തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ഈ മാസം അവസാനത്തോടെ സംഘടിപ്പിക്കും. ജില്ലകളുടെ ചുമതല മുതിർന്ന നേതാക്കൾക്ക് നൽകാനാണ് തീരുമാനം. ഇതടക്കമുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇന്ന് നമുക്കൊപ്പം ലീഡേഴ്സ് മോർണിംഗിൽ പങ്കെടുക്കുന്നത്. മറ്റാരുമല്ല, അത് VT ബൽറാമാണ്, കോൺഗ്രസിൻ്റെ യുവ നേതൃത്വം. നമസ്കാരം VT ബൽറാം. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഹലോ ഹർഷൻ. ഹലോ, നമസ്കാരം. നമസ്കാരം. രാവിലെ എഴുന്നേറ്റ് രാവിലെ അത്യാവശ്യം എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന ശീലമുണ്ടോ? നടക്കാനൊക്കെ പോകാറുണ്ടോ? അതോ രാവിലെ തന്നെ ഞങ്ങൾ മെനക്കെടുത്തിയോ? അല്ല, നേരത്തെ എണീക്കുന്നുണ്ട്. എക്സസൈസ് ആ നിലയ്ക്കില്ല. പക്ഷെ കഴിഞ്ഞൊരു മാസമായിട്ട് ദിവസവും രാവിലെ 6 മണിക്ക് എണീറ്റ് ഓരോ വാർഡുകളിൽ നിന്നുള്ള നടപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശീലമുണ്ട്. അതെ. എന്നാലും ബൽറാമിന് ആ ചെറുപ്പവും യുവത്വവും ഒട്ടും പോയിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല, കാഴ്ചയിൽ തന്നെ ഒരു എക്സർസൈസ് ഒന്നും ഇല്ലെങ്കിലും ആരോഗ്യവാനായ യുവാവാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ബൽറാം, എന്തായാലും ആ വലിയ വിജയത്തിൻ്റെ ഒരു ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും. അപ്പോൾ ആ ആവേശത്തിൽ നിന്നുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ട തയ്യാറെടുപ്പൊക്കെ നടത്തുകയാണ്. പക്ഷേ അപ്പോഴും ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ കൊച്ചി നോക്കിക്കഴിഞ്ഞാൽ, കൊച്ചിയിൽ മേയർ സ്ഥാനത്തേക്ക് അവകാശവാദങ്ങൾ കൂടുതൽ ഉയരുന്നു. ഇപ്പോൾ ലത്തീൻ കത്തോലിക്ക സഭ അവരുടെ ആവശ്യം ഉന്നയിക്കുന്നു. ആ ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങുന്നു. ഇപ്പോൾ 2 ടേമായിട്ട് അത് വിഭജിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു എന്നറിയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തിനപ്പുറത്ത് സങ്കീർണമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് എന്നുള്ള പ്രശ്നമുണ്ടോ? നോക്കൂ, ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾ അഭൂതപൂർവമായിട്ടുള്ളൊരു പിന്തുണ UDFന് നൽകിയൊരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൻ്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ ഇത്രയും വലിയ ഉജ്ജ്വലമായിട്ടുള്ള വിജയങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടാക്കാൻ UDFന് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർത്തും അഭിമാനകരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ ഉത്തരവാദിത്വ ബോധത്തിലാണ് കൂടുതൽ ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഈ കൊച്ചിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ള നിങ്ങളുടെ ഈ ആക്ഷേപം, അല്ലെങ്കിൽ കുറേ ആളുകൾ ഉയർത്തുന്ന ആരോപണം, അത് ഞാൻ വിലവയ്ക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. കാരണം ഏറ്റവും അർഹതപ്പെട്ട 2 ആളുകൾ അവർ മേയർമാരാവുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണം പാർട്ടിക്കകത്ത് ആഭ്യന്തരമായിട്ട് ചെയ്യുന്നുവെന്നേ ഉള്ളൂ. അത് ആദ്യമായിട്ടല്ല. നേരത്തെ നിരവധി സ്ഥലങ്ങളിൽ നേരത്തെയും അതുപോലെ തന്നെ ഇപ്പോഴും ഓരോ പ്രാദേശിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒന്നിൽ കൂടുതൽ ആളുകളെ ടേം നിശ്ചയിച്ച് മേയർമാരായിട്ടും പ്രസിഡന്റുമാരായിട്ടും ഒക്കെ നിശ്ചയിക്കുന്ന സമീപനമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ കണ്ണൂർ നിങ്ങൾ നോക്കൂ, അവിടെ UDFിലെ ഘടകകക്ഷിയുമായിട്ടാണ് ഞങ്ങൾ ടേം പങ്കുവയ്ക്കുന്നത്. കൊച്ചിയിൽ പക്ഷേ അതിൻ്റെ ഒരു സാഹചര്യമില്ല. അപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഏറ്റവും അർഹതപ്പെട്ട 2 ആളുകൾ 2 തരത്തിലാണല്ലോ അവരൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് വരിക. അപ്പോൾ 2 പേരും ഉൾക്കൊള്ളുക എന്നുള്ള സമീപനമാണ്. അപ്പോൾ അതിനെ ആ നിലയ്ക്ക് കണ്ടാൽ മതി. അതിനെ മറ്റു തരത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ആരുടെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ള നിലയിലുള്ള ഒരു വ്യാഖ്യാനം ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. എന്തായാലും അല്ല, ഷൈനി മാത്യുവിന് തീർച്ചയായും അർഹതയുണ്ട്. അക്കാര്യത്തിലൊരു തർക്കവുമില്ല. നേരത്തെ സൗമിനി ജെയിൻ മേയറായിരിക്കുന്ന ഘട്ടത്തിലും അവർക്ക് അതിനുള്ള അർഹതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ചർച്ചകൾ പോയിരുന്നതല്ലോ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ചോദിക്കാനുള്ള ഒരു അതിൽ നിന്ന് മാറി നമുക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരു കണക്ക് പുറത്തു വന്നു. അതായത് ഈ ഒഴിവാക്കപ്പെടുന്ന അല്ലെ അപ്രത്യക്ഷരായ വോട്ടർമാരുടെ എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ BJP തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച സ്ഥലങ്ങളിലാണ് എന്നത്. അതായത് തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ നോക്കിയാൽ അപ്രത്യക്ഷരായിരിക്കുന്ന ലക്ഷക്കണക്കിന് വോട്ടർമാർ BJP കഴിഞ്ഞ തവണ മികച്ച പ്രകടനം നടത്തിയ ഇടങ്ങളിലേതാണ്. ഈ അസ്വാഭാവികതയ്ക്ക് കാരണം എന്താണ് എന്നാണ് ബൽറാം കരുതുന്നത്? തീർച്ചയായിട്ടും വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ആ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോൾ പല മാധ്യമങ്ങൾ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പല മാധ്യമങ്ങളും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ട് അത് ചൂണ്ടിക്കാണിക്കാനും അതിൻ്റെ കണക്കുകൾ പുറത്തുവിടാനും തയ്യാറാവുമ്പോഴാണ് സത്യത്തിൽ കേരളീയ പൊതുസമൂഹം അതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തൃശ്ശൂരിൽ നിന്ന് തെക്കോട്ട് തിരുവനന്തപുരം വരെ മാത്രമല്ല, പാലക്കാട് അടക്കമുള്ള BJPക്ക് നല്ല രീതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു നോക്കുമ്പോൾ അവിടെയൊക്കെ 25,000, 30,000, 40,000, 50,000 വരെ ഇത്തരത്തിലുള്ള വോട്ടർമാരെ അൺട്രേസബിൾ ആയിട്ടൊക്കെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ BJP കഴിഞ്ഞ തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് വന്ന 11 നിയോജക മണ്ഡലങ്ങൾ
മണ്ഡലങ്ങൾ, രണ്ടാം സ്ഥാനത്ത് വന്ന 9 നിയോജക മണ്ഡലങ്ങൾ, ഇത് രണ്ടും ചേർത്ത് 20 നിയോജക മണ്ഡലങ്ങളിൽ മുഴുവൻ എടുത്തു നോക്കുമ്പോഴും മറ്റ് നിയോജക മണ്ഡലങ്ങളുടെ ശരാശരിയേക്കാൾ എത്രയോ ഉയർന്ന രീതിയിലാണ് ഈ ഒരുപക്ഷെ ഫേക്ക് വോട്ടർമാരായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ആളുകളെ കാണാൻ സാധിക്കുന്നത്. പല അതിൽ ഡെത്ത് ആയിട്ടുള്ള ആളുകളുണ്ട്, പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പക്ഷേ അൺട്രേസബിൾ ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ പാലക്കാട് അടക്കം 30,000-ഓളം ആളുകളെ ആ നിലയിൽ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ നമ്പറാണ്. അപ്പോൾ ഏതായാലും ഈ SIR എന്ന് പറയുന്നത് ആ പ്രക്രിയ യഥാർത്ഥത്തിൽ കാലാകാലങ്ങളിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അത് നോർത്ത് ഇന്ത്യയിൽ ബീഹാറിലൊക്കെ നടത്തിയപ്പോൾ അവിടെ BJPയുടെയും അവിടുത്തെ ആളുകളുടെയും രാഷ്ട്രീയ താല്പര്യം അതിൽ കടന്നുകൂടുകയും അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ വെട്ടിനീക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഞങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് തന്നെ ഞങ്ങൾ സത്യത്തിൽ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളോടക്കം ആവശ്യപ്പെട്ടിരുന്നത്, നിങ്ങൾ ഏതായാലും എല്ലാ വീടുകളും കയറുകയാണല്ലോ, 2-3 തവണ, ചിലർ 4-5 തവണയൊക്കെ വീട് കയറുമല്ലോ. അപ്പോൾ പ്രത്യേകമായിട്ട് ഈ SIRന്റെ കാര്യം ഒന്ന് വെരിഫൈ ചെയ്യണം. ഫോമുകൾ എത്തിയോ, കൃത്യമായിട്ട് തിരിച്ചു കൊടുത്തോ എന്നുള്ള കാര്യമൊക്കെ വെരിഫൈ ചെയ്യണമെന്ന് നമ്മൾ അവരോട് കൃത്യമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ജാഗ്രതയും ഇടപെടലും ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ വെട്ടിമാറ്റപ്പെടേണ്ട പേരുകൾ തന്നെയാണ് കൂടുതലായിട്ട് വെട്ടിമാറ്റപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയതായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ മണ്ഡലത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഓരോ ബൂത്തിലും 60, 70, 80, 100, 120 വരെയൊക്കെ ചില ബൂത്തുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വീണ്ടും ഞങ്ങൾ ആ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അത് പലതും ശരിക്കും പോകേണ്ടത് തന്നെയാണ്. ഡബിൾ എൻട്രി ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ പെർമനൻ്റ്ലി ഷിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, അൺട്രേസബിൾ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവരെ പൂർണ്ണമായിട്ട് വെട്ടിനീട്ടുന്ന തരത്തിൽ വോട്ടർ പട്ടികയുടെ നല്ല ശുദ്ധീകരണം SIRന്റെ ഭാഗമായിട്ട് നടക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇനി നമ്മുടെ ഒരു കൺസേൺ ആയിട്ടുള്ളത്, ഇപ്പോൾ വെട്ടിമാറ്റപ്പെട്ട ആളുകൾ അവർ ഇനിയിപ്പോൾ ഇതിന് ശേഷം 18-ാം തീയതിക്ക് ശേഷം അടുത്ത ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ചേർക്കാനുള്ള അവസരം ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവരെ വീണ്ടും ചേർക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെയാണ് സംസ്ഥാന സർക്കാർ ജാഗ്രത പുലർത്തേണ്ടത്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇനി വോട്ട് ചേർക്കാനുള്ള കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ തൃശ്ശൂരിലടക്കം കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ BJPക്കോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിത താല്പര്യമുള്ള ആർക്കെങ്കിലോ വലിയ രീതിയിൽ ഈ പ്രോസസ്സിനെ അട്ടിമറിച്ചുകൊണ്ട് ഫേക്ക് വോട്ടർമാരെ വീണ്ടും ചേർക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാവരുത്. അത് ഗവൺമെൻറ് പ്രത്യേകമായിട്ടുള്ള ജാഗ്രത പുലർത്തണം. ഏതായാലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. ബൽറാം, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പെട്ടെന്നത് 14.71% BJPയുടെ വോട്ട് ശതമാനം തകർന്നു വീഴുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ പിടിച്ച് ആ തകർച്ച ഇപ്പോൾ അങ്ങനെ ആളുകൾക്ക് അധികം മനസ്സിലാവാതിരിക്കാൻ വേണ്ട ഒരു തത്രപ്പാടിലാണ് BJP യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ വോട്ട് ശതമാനത്തിലെ ഈ വ്യത്യാസം, അതായത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും വരുമ്പോൾ 2 വോട്ടർ പട്ടികയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം എന്നത് അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയല്ലേ? ആ നിലയ്ക്കൊരു അന്വേഷണം കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ 941 പഞ്ചായത്ത് ഉള്ളതിൽ 20-22 പഞ്ചായത്ത് മാത്രമാണ് BJPക്ക് കിട്ടിയിട്ടുള്ളത്. നഗരസഭകളിൽ അവർ വലിയ രീതിയിൽ പുറകോട്ട് പോകുന്നു. പന്തളത്ത് കയ്യിൽ നിന്ന് പോയി. പാലക്കാട് അവർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഇത്തവണ അതില്ല. അപ്പോൾ അങ്ങനെ അവർ യഥാർത്ഥത്തിൽ പുറകോട്ട് പോന്നിരിക്കുകയാണ്. അവർക്കൊരു നേട്ടം എന്ന നിലയിൽ അവകാശപ്പെടാൻ സാധിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ്. അതിനെയാണ് വലിയ PR വർക്ക് നടത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ എന്തോ മാജിക്കാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള നിലയിലുള്ള പ്രചരണം അവരെ കൊണ്ട് പിടിച്ച് കൊഴുപ്പിക്കുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യം ഒന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ എന്നാൽ പോലും യാഥാർത്ഥ്യം മറിച്ചാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഹർഷൻ ചോദിച്ചതുപോലെ കേരളത്തിൽ സജീവമായ രീതിയിൽ ചർച്ചയാവേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെ BJPക്ക് ജയിക്കാൻ കഴിയുന്ന, BJPക്ക് നല്ല മേൽക്കൈയുള്ള പല വാർഡുകളും അത് വാർഡ് വിഭജനത്തിലൂടെ നല്ല രീതിയിൽ അവർക്ക് അനുകൂലമാക്കി കൊടുത്തു എന്നുള്ളത് കാണാതിരിക്കാൻ കഴിയില്ല. BJPക്ക് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ 4000 വോട്ടും 5000 വോട്ടും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ വാർഡുകൾ അനുവദിക്കുന്നു. അതേസമയം UDFന് നല്ല മേൽക്കോയുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഭീമാപ്പള്ളി പോലുള്ള പ്രദേശങ്ങളിൽ അവിടെ 15000 വോട്ടും 16000 വോട്ടും എങ്ങനെയാണ് ഈ മിസ്മാച്ച് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന സർക്കാരും വിശദീകരിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളോട്. ഒരേ കോർപ്പറേഷനിൽ ജനസംഖ്യയാണല്ലോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന മാനദണ്ഡം, വീടുകളുടെ എണ്ണമൊക്കെയാണ് നോക്കുന്നത് എങ്കിൽ പോലും അതിലൊരു ബാലൻസ് വേണമല്ലോ. ഒരു വാർഡിൽ 15000 വോട്ട് 17000 വോട്ട്, തൊട്ടടുത്ത വേറൊരു ഡിവിഷനിൽ 4000 വോട്ട് 5000 വോട്ട്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ അട്ടിമറി നടന്നിട്ടുള്ളത്. ജനസംഖ്യാനുപാതികമായി ഒരു ശരാശരി വെച്ചുകൊണ്ട് ഈ വാർഡ് വിഭജനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിരുന്നു എങ്കിൽ
അവിടെ BJPക്ക് ഇത്തവണ ജയിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ BJPക്ക് ഇത്ര സുഗമമായിട്ടുള്ള ഒരു വിജയം അവിടെ ഒരുക്കി കൊടുത്തതിൽ സംസ്ഥാന ഗവൺമെൻറ്റിനും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇനിയെങ്കിലും അതിനെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നിങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കണം. എങ്ങനെയാണ് ഇത്രയും വലിയ മിസ്മാച്ച് ഉണ്ടാകുന്നത്? ഒരു ശരാശരി വേണമല്ലോ. ആ ശരാശരിക്ക് കുറച്ച് കൂടും, ശരിക്കും ചില സ്ഥലങ്ങളിൽ കുറച്ച് കുറയും. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്നത് 4000-5000 വോട്ടുള്ള ഒരുപാട് ഡിവിഷനുകൾ, 15000, 17000, 19000 വോട്ടുള്ള വേറെ കുറേ ഡിവിഷനുകൾ. അപ്പോൾ വലിയൊരു അട്ടിമറി അക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ബീഹാറിൽ പല സ്ഥലങ്ങളിലും നടന്നത്. ന്യൂനപക്ഷ മേഖലകളെ ഒന്നിച്ച് കേന്ദ്രീകരിച്ച് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ അവർക്ക് മേൽക്കൈ ഉണ്ടാകുന്ന സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ട് ഇത്തവണ ഉണ്ടായി? BJPക്ക് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പങ്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. റൈറ്റ്. മറ്റൊരു കാര്യം, വളരെ പെട്ടെന്ന് പരിമിതമായ സമയമുള്ളതുകൊണ്ട് ഈ വിഷയങ്ങളിലെല്ലാം പ്രതികരണം എടുത്തു പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, അത് കേരളീയ സമൂഹത്തെ തന്നെ മൊത്തത്തിൽ നാണം കെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമൊക്കെയാണ്, സങ്കടകരമാണ്. ഒരു ബംഗ്ലാദേശിയാണ് എന്ന് പറഞ്ഞൊരു ഇതര സംസ്ഥാന തൊഴിലാളിയെ ആളുകൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ച് കൊല്ലുന്ന ഒരു ദൃശ്യം. അത് കേരളത്തിൽ ഇപ്പം ബൽറാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി ഇടപെടുന്ന ആളായതുകൊണ്ട് നമുക്കറിയാമല്ലോ. ഒരു പോസ്റ്റ് ഇട്ട് അതിൻ്റെ അടിയിൽ വന്ന് കൂട്ടം ചേർന്ന് ബംഗ്ലാദേശികൾ കേരളത്തിലുണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ തന്നെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് അവിടെ കണ്ടത്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളിൽ വീണിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് പാവപ്പെട്ട ആളുകൾക്ക് മേലെ കയ്യേറ്റത്തിന് മുതിരുകയും ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത വണ്ണം ക്രൂരമായി മർദ്ദിച്ച ഒരാളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടായി. ആ വിഷയത്തിൽ എന്താണ് ബൽറാമിൻ്റെ ഒരു പ്രതികരണം? തീർച്ചയായിട്ടും വലിയ ദുഃഖകരമാണ്. കേരളീയർക്ക് മുഴുവൻ അല്ലെങ്കിൽ മനുഷ്യരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അപമാനകരമാണ്. ഇവിടെ ഇപ്പോൾ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം, ഇനി ഇൻ കേസ് ബംഗ്ലാദേശി ആണെന്ന് തന്നെ വയ്ക്കുക, അങ്ങനെ ഒരാളെ നടു റോട്ടിൽ സംഘം ചേർന്ന് ആൾക്കൂട്ട അതിക്രമം നടത്തി അടിച്ചു കൊല്ലാനുള്ള അവകാശം ആർക്ക് നൽകിയിട്ടുള്ളത്? ബംഗ്ലാദേശിയെ കൊല്ലാം എന്നുള്ള നിയമം ഈ നാട്ടിലുണ്ടോ? ബംഗ്ലാദേശിയാണെങ്കിൽ അവരുടെ ഇങ്ങോട്ടുള്ള കടന്നുകയറ്റം ഇല്ലീഗലാണ്, ശരിയാണ്. ആ ഇല്ലീഗലായിട്ടുള്ള ഒരു മൈഗ്രൻറ്റിനെ അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, പോലീസിന് പിടിച്ചു കൊടുക്കുക എന്നതല്ലാതെ ആൾക്കൂട്ട അക്രമം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ആൾക്കൂട്ട അക്രമത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോജിക്കായി ഈ ബംഗ്ലാദേശി ടാഗ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അതൊരു അപകടകരമായിട്ടുള്ള പ്രവണതയാണ്. ബംഗ്ലാദേശി ആവട്ടെ, ഇന്ത്യക്കകത്തുള്ള ആളാവട്ടെ, ഛത്തീസ്ഗഡുകാരനാവട്ടെ, വേറെ ഏത് സംസ്ഥാനക്കാരനാവട്ടെ, മലയാളിയാവട്ടെ, ഇപ്പോൾ മധു എന്ന് പറയുന്ന ആദിവാസി യുവാവ് അട്ടപ്പാടിയിൽ ഇതേപോലെ ആൾക്കൂട്ട അതിക്രമക്ക് വിധേയനായത് ബംഗ്ലാദേശി ആയതുകൊണ്ടോ ഒന്നും അല്ലല്ലോ. അപ്പോൾ ആൾക്കൂട്ട അതിക്രമം എന്ന് പറയുന്ന ഒരു സംഘപരിവാർ ട്രേറ്റാണത് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം അപകടകരമാണ്. അതിനെ മുളയിൽ നിള്ളേണ്ട ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഭരണകൂടം വേണ്ട രീതിയിൽ ഇക്കാര്യത്തിൽ ഇതിന് ശേഷമെങ്കിലും ഇടപെട്ടുവോ എന്നുള്ള ചോദ്യം നിങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തണം. ഇപ്പോഴാണ് മന്ത്രിമാരൊക്കെ ചർച്ചയ്ക്ക് തയ്യാറാവുന്നത്. ഇപ്പോഴും കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചതായിട്ട് എനിക്കറിയില്ല. ഇപ്പം ഇന്നലെ രാത്രി വരെ ഈ ആൾക്ക് ചർച്ച നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പോൾ അത് എത്ര വലിയൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. 2 ദിവസം ആയല്ലോ. അപ്പോൾ അതിന് ശേഷം സ്റ്റേറ്റ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യണം. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നം നടക്കുന്നു, ആൾക്കൂട്ടം നിയമം കയ്യിലെടുക്കുന്നു പറയുമ്പോൾ അതിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റിനാണ്. അപ്പോൾ സ്റ്റേറ്റ് അതിൽ മുൻകൈ എടുത്ത് പ്രൊയാക്റ്റീവായിട്ട് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ നഷ്ടപരിഹാരം അടക്കം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് ലൈറ്റായിട്ട് കാണാനാണ്. ഇപ്പം ഇന്നലെ അവിടെ പ്രതിഷേധങ്ങൾ ഒരുപാടുണ്ടായി. മോർച്ചറിക്ക് മുമ്പിലടക്കം പ്രതിഷേധം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിമാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. റൈറ്റ്. ബൽറാം, മറ്റൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് ബൽറാമിൻ്റെ പേര് പലയാവർത്തി കോൺഗ്രസ്സിൽ ഈ അതുമായി ബന്ധപ്പെട്ടുള്ള പൊതു ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. ബൽറാം തന്നെ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിയുന്ന സാഹചര്യം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നേതാക്കന്മാർക്ക് എതിരെ തന്നെ രൂക്ഷമായ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതിനുശേഷവും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മെച്ചപ്പെടുന്നു കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ എന്ന് കരുതാമോ?
തീർച്ചയായിട്ടും മെച്ചപ്പെടേണ്ടതുണ്ട്, മെച്ചപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ KPCC കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ശ്രീ കെ സുധാകരൻ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ഞാൻ അതിൻ്റെ ചുമതലയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അതിനുശേഷം ശ്രീ സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റായ വേളയിൽ തന്നെ ഞാൻ ഇതിൻ്റെ മൊത്തത്തിലുള്ള പുനഃസംഘടന വേണം, സംഘടനാ ഭാരവാഹികളുടെ ഔദ്യോഗിക ചുമതലകളുടെ ഭാഗമായിട്ടാണല്ലോ നമുക്കൊക്കെ ഈ അസൈൻമെൻറ്റ് നൽകി തരുന്നത്. അപ്പോൾ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പുതിയ KPCC കമ്മിറ്റി വരുമ്പോൾ പുതിയ ഭാരവാഹികൾ വരും. അപ്പോൾ ആ ഘട്ടത്തിൽ അതിന് മാറണം, അതിനുള്ള ക്രമീകരണങ്ങൾ വേണം എന്ന ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനെ മുന്നോട്ട് പോകേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും പലതവണ ഇതൊരു പുനഃസംഘടനയ്ക്ക് വിധേയമാക്കണം, ഇതിന് മൊത്തത്തിൽ സിസ്റ്റത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള നിലയ്ക്ക് പ്രൊജക്ട് റിപ്പോർട്ടും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ സമർപ്പിച്ചിട്ട് ഒരു വർഷത്തോളമായി. അപ്പോൾ ആ നിലയിൽ ഉചിതമായിട്ടുള്ള സമയത്ത് പാർട്ടി ഒരു തീരുമാനം എടുത്തു. അതിൽ യഥാർത്ഥത്തിലൊരു കുറച്ച് നീണ്ടുപോകാനുള്ള ഒരു കാരണമായിട്ടുണ്ടായത് നിങ്ങൾ മാധ്യമങ്ങളിൽ ചിലർ അതിൻ്റെ ഇടയിൽ ഒരു അനാവശ്യ വിവാദം കുത്തിപ്പൊക്കി വന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ വന്നൊരു T2മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനാവശ്യ വിവാദം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ നീക്കി അങ്ങനെയൊക്കെയുള്ള തലത്തിൽ AICC ഇടപെട്ടു എന്നോ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടുള്ള നിങ്ങൾ മാധ്യമങ്ങൾ കുക്കപ്പ് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ് പാർട്ടി വീണ്ടും ഇടപെട്ട് പറഞ്ഞത് അല്ല, തൽക്കാലത്തേക്ക് അങ്ങനെ മാറ്റുന്നില്ല, അല്ലെങ്കിൽ വേറെ തരത്തിലില്ല, ബൽറാം തന്നെ കണ്ടിന്യൂ ആണെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അതിന് മുമ്പ് നടക്കേണ്ടിയിരുന്ന മാറ്റം ഒരു 3-4 മാസം കൂടി വൈകി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ശ്രീ ഹൈബിയുടെ നേതൃത്വത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ, അത് ട്രോളുകളുടെ രൂപത്തിലായാലും നമ്മളുടെ പലതരത്തിലുള്ള കണ്ടന്റ് ക്രിയേഷനൊക്കെ സംസ്ഥാന തലത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഡിസമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു നല്ല നെറ്റ്വർക്ക് ഓൾറെഡി ഉണ്ട്. അത് ഞങ്ങളുടെ കാലത്ത് തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ഉണ്ടാക്കി വന്നതായിരുന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഞങ്ങൾക്ക് ഇപ്പം ഡിസമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇടക്കാലത്ത് ഇതൊരു ആൾക്കൂട്ട ആക്രമണ സംഘമായി മാറി എന്നുള്ള വിമർശനം വ്യാപകമായി ഉണ്ടായിരുന്നല്ലോ. അതിപ്പോൾ ഞാനീ പറഞ്ഞ നേതാക്കന്മാർക്ക് നേരെ തന്നെ ആക്രമണം നടത്തുന്ന ഒരു സംഘത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ കണ്ടു. ആ കാര്യത്തിന് ഇനി നിയന്ത്രണം ഉണ്ടാകുമോ? കുറഞ്ഞ പക്ഷേ ഇപ്പം നമുക്കെതിരെയൊക്കെയുള്ള ആക്രമണം നടന്നോട്ടെ, പക്ഷേ ഈ നേതാക്കന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്നുള്ള നിർദ്ദേശം പോയിട്ടുണ്ടോ? ഇല്ല, അത് നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം കോൺഗ്രസിൻ്റെ ഈ സോഷ്യൽ മീഡിയ വിങ് അല്ലെങ്കിൽ സൈബർ പട്ടാളം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമല്ല. CPM-ൻ്റെയും BJP-യുടെയും ഒക്കെ വളരെ കൃത്യമായി പാർട്ടി ഫണ്ട് ചെയ്തുകൊണ്ട് അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സംവിധാനമാണ്. അപ്പോൾ CPM-ൻ്റെ പല സോഷ്യൽ മീഡിയ തലവന്മാരും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് അടക്കം ഇരുന്ന് സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ നിലയിലുള്ള ഒരു കൺട്രോൾ ഉണ്ട്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് വോളണ്ടിയറാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് അവർ പലരും അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കർശനമായിട്ടുള്ളൊരു കൺട്രോൾ ഇവരുടെ ആരുടെയും നേതൃത്വത്തിലില്ല. എന്നാൽ പോലും ഈ പറയുന്ന തരത്തിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കോ ഒന്നും ആർക്കും നേരെ ഉണ്ടായിട്ടില്ല. ചില വ്യക്തികൾ ചെയ്തതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരെ ആ ഘട്ടത്തിൽ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗം ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾക്കോ ഒന്നും നേതൃത്വം നൽകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ ചില മാധ്യമങ്ങളിലെ ചില ആളുകളുടെ ചില തെറ്റായ പ്രവണതകൾ, പ്രത്യേകിച്ച് ചില മാധ്യമ സ്ഥാപനങ്ങൾ കോൺഗ്രസിനോട് സ്വീകരിച്ച ശത്രുതാപരമായിട്ടുള്ള നിലപാട്, കോൺഗ്രസിൻ്റെ ആളുകൾക്കെതിരെ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുക, കേസ് കൊടുക്കുക, കോൺഗ്രസിനെ വർഗീയ ശക്തികളുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള നെറേറ്റീവുകൾ സൃഷ്ടിക്കുക, അതൊക്കെ CPM-ന് വേണ്ടിയിട്ട് കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം ചെയ്തുകൊണ്ടിരുന്ന ചില പ്രവണതകളാണ്. അപ്പോൾ അതിനെയൊക്കെ ശക്തമായിട്ട് തന്നെ വിമർശിക്കുകയും ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള സ്വാഭാവിക പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഓർഗനൈസ്ഡ് ആയിട്ടില്ല, വളരെ ഓർഗാനിക് ആയിട്ടുണ്ടായിട്ടുള്ളതാണ്. റൈറ്റ്. എന്തായാലും ഈ രാവിലെ തിരക്കുണ്ട്, ആ തിരക്കിനിടയിലും ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി ബൽറാം. തീർച്ചയായിട്ടും ഇന്നത്തെ തിരക്കുകളിലേക്ക് കടക്കാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ രാവിലെ ആയതുകൊണ്ട് വളരെ സൗകര്യമാണ് നിങ്ങളായിട്ട് സംസാരിക്കാൻ, ന്യൂസ് മലയാളത്തിൻ്റെ പ്രേക്ഷകരുമായിട്ട് ഈ ഗുഡ് മോർണിംഗിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ അവസരം ഉണ്ടായത് സന്തോഷം. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഉണ്ടാവണം ഓരോ ഘട്ടത്തിലും. അത് നിങ്ങൾ നിർവഹിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. സന്തോഷം. ബൽറാം വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ നമ്മളോട് പറയാൻ സമയം കണ്ടെത്തി എന്നതിലാണ് ഏറ്റവും സന്തോഷം.